നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇല്ലുസ്ട്രേഷൻ 11 ആയിരുന്നു. നമ്മുടെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തെ കാണിക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി അക്കൗണ്ട്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നല്ല ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കേണ്ടത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു, അത് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എടുത്തിരുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഐറ്റം ആണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, അല്ലെ 40,000 രൂപയുടെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ ഓപ്പണിംഗ് കാണിക്കേണ്ടത്. ഇങ്ങനെയാണ്: ടു ബാലൻസ് ബ്രോ ഡൗൺ, എമൗണ്ട് 40,000. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എഴുതി. ഇനിയുള്ളത് ഫിക്സഡ് അസറ്റ് ആണ്, അത് എഴുതണ്ട. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സുമായി അല്ലെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിൽ എഴുതി. ഇനി നമുക്ക് വരേണ്ടത്, ഇതിനകത്ത് വരേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ അവിടെ ആരുണ്ടാവും? ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി എന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നായതുകൊണ്ട് ഇവിടെ വരും ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് ഡെബിറ്റ് സൈഡിൽ വരും. ഇവിടെ എത്രയാണ്? 2,10,000. അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആണ് എഴുതിയത്. ദെൻ അടുത്തത് ക്രെഡിറ്റ് സെയിൽസ്, അതെങ്ങനെ എഴുതി? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതി. അതായത് ഇതെല്ലാം ഡെപ്റ്റേഴ്സിനെ കൂട്ടുന്നതാണ്, അല്ലേ? ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ഡെപ്റ്റേഴ്സിനെ കൂട്ടുന്ന ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരേണ്ടത്. ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം എവിടെയും പോകണം? ക്രെഡിറ്റ് സൈഡിലും പോകണം. ഇനി നോക്കിയേ, അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് സെയിൽസ് എഴുതി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടി. ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടിയാൽ ഡെപ്റ്റേഴ്സ് കുറയും, അല്ലെ? പൈസ തരാനുള്ളവർ പൈസ തന്നാൽ പിന്നെ ഡെപ്റ്റർ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് കുറയ്ക്കേണ്ട ഐറ്റം ആണ്, ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പൊ എങ്ങനെ എഴുതും? ബൈ ക്യാഷ്, അവരിൽ നിന്ന് ക്യാഷ് കിട്ടി. അപ്പൊ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്നാണ്. ബൈ ക്യാഷ് എന്ന് വരും. എമൗണ്ട് 1,90,000. അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. തൊട്ട് താഴെ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ഉണ്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു, ഈ എന്താണ് ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്നൊക്കെ പറയുന്നത് ബ്രാഞ്ച് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് ഇത് ബ്രാഞ്ച് എക്സ്പെൻസിലും വരും, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിലും വരും. അപ്പം നമ്മളിവിടെ ഡിസ്കൗണ്ട് അലൗഡ് എന്നും ബാഡ് ഡെപ്റ്റ് ഒന്നും അല്ല എഴുതേണ്ടത്, ബ്രാഞ്ച് എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറിയിൽ വേണം എഴുതാൻ. അതായത് ഇതൊക്കെ എന്താണ്? ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്നതായിട്ടാണ് ക്രെഡിറ്റ് സൈഡ് എഴുതണം. ബ്രാഞ്ച് എക്സ്പെൻസ്, ബ്രാക്കറ്റിൽ എഴുതുക ഡിസ്കൗണ്ട് പ്ലസ് ബാഡ് ഡെപ്റ്റ്. ഇപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോൾ എമൗണ്ട് എത്ര വരും? അതായത് 13,000 ദെൻ 4,000 രണ്ടും കൂടെ കൂട്ടുമ്പോൾ എമൗണ്ട് 17,000 രൂപ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റും നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് എന്നുള്ള ഹെഡിലാണ് വരേണ്ടത്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇതേ സാധനം തന്നെ എവിടെയും വരും. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് കൊണ്ട് എഴുതിയും ചെയ്യാം. നമുക്ക് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പറയാം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, ബിൽസ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ. ഡെപ്റ്ററിൽ നിന്ന് ബിൽസ് റിസീവബിൾ കിട്ടി. ഡെപ്റ്ററിൽ നിന്ന് ബിൽസ് കിട്ടിയാലും എന്ത് കുറയും? ഡെപ്റ്റേഴ്സ് കുറയും. അപ്പൊ ഇവിടെ വരുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരും. ക്യാഷ് കിട്ടുമ്പോൾ എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അല്ലേ? അതേപോലെ ബില്ല് കിട്ടുമ്പോഴോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് എന്ന് വരും. അപ്പൊ ബൈ ബിൽസ് റിസീവബിൾ, ബൈ ബിൽസ് റിസീവബിൾ എമൗണ്ട് 10,000. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ റിട്ടേൺ ബൈ ബ്രാഞ്ച് ഡെപ്റ്റർ ടു ബ്രാഞ്ച്, ബ്രാക്കറ്റിൽ ഇൻവോയ്സ് പ്രൈസ് 3,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഗുഡ്സ് തിരിച്ചയച്ചു. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഗുഡ്സ് തിരിച്ചയച്ചാലും അവിടെ എന്ത് കുറയും? ബ്രാഞ്ച് ഡെപ്റ്റർ കുറയും. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 3,000. അപ്പൊ ഇത്രയുമാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആണ്, അത് ടു ബാലൻസ് ബ്രോഡ് എന്ന് എഴുതി. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് എഴുതുമ്പോൾ എങ്ങനെയാണ്? ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഈ ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ആണ്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതിയ ഡൗട്ട് ഉണ്ടോ? കാരണം ഇവിടെ എന്താണ്? സെയിൽസ് നടത്തുമ്പോഴുള്ള എൻട്രി എന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നല്ലേ?
സെയിൽസ് നടത്തുമ്പോൾ സ്റ്റോക്ക് കുറയും, ഡെപ്റ്റർ കൂടും. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ സ്റ്റോക്ക് കുറയും, ഡെപ്റ്റർ കൂടും. അപ്പോൾ എൻട്രി ബ്രാഞ്ച് ഡെപ്റ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ്. അതാണ് ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് വന്നത്. ഇനി ഡെപ്റ്റേഴ്സ് ക്യാഷ് തരുമ്പോഴാണ് ബൈ ക്യാഷ് വന്നത്. ഇനി എക്സ്പെൻസസ്, ഈ പറഞ്ഞ ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോഴും ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ബ്രാഞ്ച് എക്സ്പെൻസ് എഴുതിയത്. ഇനി ബില്ല് കിട്ടുമ്പോഴും ഡെപ്റ്റേഴ്സ് കുറയും, അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്നാണ്. ഇതാണ് ബൈ ബിൽസ് റിസീവബിൾ വന്നത്. ഇനി റിട്ടേൺ ചെയ്തു, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ എൻട്രി എന്തായിരുന്നു? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്നായിരുന്നു. അതുകൊണ്ടാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൽ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് വന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നത് എവിടെയാണ്? ഡെബിറ്റ് സൈഡ് ആണല്ലേ, 2,50,000. അതിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാവരും കുറയ്ക്കുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 30,000, 30,000 രൂപയാണ്. അത് നമുക്ക് എന്തെന്ന് എഴുതാം? ക്ലോസിംഗ് എന്ന് എഴുതാം. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ക്ലോസിംഗ് തന്നിട്ടില്ല, അതുകൊണ്ട് ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, ബാലൻസ് ക്യാരിഡ് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട്. നമുക്കിനി ബാക്കി അക്കൗണ്ട്സ് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇനി അടുത്തത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും അതിനകത്ത് ബ്രാഞ്ച് എക്സ്പെൻസ് എന്നോ അല്ലെ ബ്രാഞ്ച് ഡെപ്റ്റർ എന്നോ ഒക്കെ വന്നാൽ അത് തിരിച്ചെന്ത് ചെയ്യും? ഇപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിനകത്ത് ബ്രാഞ്ച് ഡെപ്റ്റർ എന്ന് എവിടെയെങ്കിലും വന്നാൽ അത് ബ്രാഞ്ച് ഡെപ്റ്റർ അക്കൗണ്ടിലും വരും. അപ്പോൾ നമ്മൾ ഓരോ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം അതിനകത്ത് ഈ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നോക്കിയേ, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കുമ്പം അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇവിടെ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ് 28,000 പറയുന്നുണ്ട് അല്ലേ. അതായത് ബ്രാഞ്ച് എക്സ്പെൻസ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പൈസ കൊടുക്കുന്നു. അപ്പോൾ എക്സ്പെൻസ് മെറ്റ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്. ഇവിടെ എക്സ്പെൻസ് മെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുത്തു. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, എമൗണ്ട് 28,000. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി തൊട്ട് താഴെയായിട്ട് ഇവിടെ പറയുന്നുണ്ട് ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വർഷം കൊടുക്കേണ്ടുന്ന എക്സ്പെൻസ് കൊടുത്തില്ല. അപ്പോൾ ഈ വർഷം കൊടുത്തില്ലെങ്കിൽ പോലും അത് ഈ വർഷത്തെ കണക്കിൽ കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കണം. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 7,000 ആണ്. അത് നമുക്ക് എഴുതാം. ബ്രാഞ്ച് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 7,000. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഈ വർഷം ഉണ്ടായ എക്സ്പെൻസ് 28,000 എഴുതി, കൂടാതെ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ആയത് എഴുതി. ഔട്ട്സ്റ്റാൻഡിങ് ആകുമ്പോഴും ഈ വർഷത്തെ എക്സ്പെൻസ് തന്നെയാണ് അല്ലേ, അത് ഈ വർഷം തന്നെ കാണിക്കേണ്ടതാണ് ആ ഡെബിറ്റ് സൈഡ്. ഇപ്പോൾ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസസ് എത്ര കൂടുന്നോ അതെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ 7,000 എഴുതി. പിന്നെ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഒരു ബാഡ് ഡെപ്റ്റും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അലൗഡും. ഈ ബാഡ് ഡെപ്റ്റും ഡിസ്കൗണ്ട് അലൗഡിനെ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 17,000 രൂപ കാണിച്ചിരുന്നു. അപ്പോൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് വന്നതുകൊണ്ട് ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ഡെബിറ്റ് സൈഡിൽ എങ്ങനെ വരും? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് വരും. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, അതായത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം അത് എവിടെ വരും? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നാണ്. ആ പേര് വരും എമൗണ്ട് 17,000. അതായത് 2 ഐറ്റവും കൂടെ കൂട്ടിയതാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഇതിനകത്ത് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു എക്സ്പെൻസ് അല്ലേ. അതുകൊണ്ട് തന്നെ അതും നമ്മളുടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ വരും. കൂടാതെ എവിടെയും വരും? ഡിപ്രീസിയേഷൻ ഒരു ഫിക്സഡ് അസറ്റിന് സംഭവിക്കുന്നതല്ലേ, അതുകൊണ്ട് അത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലും വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എവിടെ വരണം? നമ്മളുടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ വരണം. അപ്പോൾ എങ്ങനെ എഴുതണം? ഫിക്സഡ് അസറ്റ് എന്ന് വേണം എഴുതാം. കാരണം എന്താണ്? ഇത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റം ആണ്. ബ്രാക്കറ്റ് ഡിപ്രീസിയേഷൻ എന്ന് കാണിക്കാം. എമൗണ്ട് 7,500. ഇത്രയും ഐറ്റംസ് ആണ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 59,500 ആണ്. ഇത്രയും എമൗണ്ടും ടോട്ടൽ എഴുതാം 59,500. അപ്പം ബ്രാഞ്ച് എക്സ്പെൻസിൽ എത്രയാണോ അത്രയും തുകയും നമ്മൾ എങ്ങോട്ട് മാറ്റണം? 59,500.
ഓക്കെ, അപ്പം ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബാക്കി അക്കൗണ്ട്സ് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിനകത്ത് നമ്മുടെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് വെച്ചിട്ട് വേണം തുടങ്ങാം. ഇവിടെ 3 ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് തന്നു, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് തന്നു, ദെൻ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് തന്നു. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് തരുമ്പോഴേ ആ അക്കൗണ്ട് എല്ലാം വരയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഫിക്സഡ് അസറ്റ് എന്താണ്, ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് വേണം ഓപ്പണിംഗ് കാണിക്കാൻ. ടു ബാലൻസ് ബ്രോഡ് ഔട്ട്. എമൗണ്ട് എത്രയാണ്, 50,000. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എവിടെ വന്നിരിക്കുന്നത്, ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതിയത്. ഓർമ്മയുണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 7,500 കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ വരും, ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് എഴുതുക. ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് 7,500. ഈ 2 ഐറ്റം മാത്രമാണ് നമ്മുടെ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ അല്ലേ, 50,000. അതിൽ നിന്നും 7,500 പോയി ബാലൻസ് എത്ര വരും, 42,500. അതെന്തായിട്ട് എഴുതണം, ക്ലോസിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിന്റെ ഓപ്പണിംഗ് തന്നിരുന്നു, ഓപ്പണിംഗ് ഡെബിറ്റ് സൈഡ് എഴുതി, പിന്നെ ഡിപ്രീസിയേഷൻ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ആ ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് എഴുതണം. അത് 7,500 കാണിച്ചു. അതിൽ നിന്നും നമ്മൾ ഈ ഡെബിറ്റ് ആണ് കൂടുതൽ, ഡെബിറ്റിൽ നിന്നും ക്രെഡിറ്റ് ആയി 7,500 കുറച്ച് ബാലൻസ് 42,500 നമ്മൾ ക്ലോസിംഗ് ഫിക്സഡ് അസറ്റ് ആയിട്ട് എഴുതി. ഇത്ര മാത്രമാണ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിനകത്ത് വരുന്നത്. നമുക്ക് അടുത്ത അക്കൗണ്ട് വരയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ്. ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് എല്ലാത്തിൻ്റെയും, അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതുപോലെ തന്നെ സർപ്ലസ് ഉണ്ടെങ്കിൽ അത്, ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത്, ഇതിൻ്റെ എല്ലാം ലോഡിങ് കാണിക്കേണ്ടുന്ന അക്കൗണ്ടാണ് ഏത്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മളിവിടെ സർപ്ലസ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു 3,000. അപ്പോൾ അതിൻ്റെ 1,000 രൂപ ലോഡിങ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നായിരുന്നു എഴുതിയിരുന്നത്. അതേപോലെ നമ്മൾ ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എല്ലാ ലോഡിങ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ വരുന്നത്, ഡെബിറ്റ് സൈഡിലാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ലോഡിങ് വരേണ്ടത് എവിടെയായിരിക്കണം, ക്രെഡിറ്റ് സൈഡിലായിരിക്കണം. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും ഡെബിറ്റ് സൈഡ് ആണ് വരുന്നത്. അതിന്റെ ലോഡിങ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ സർപ്ലസിന്റെ ലോഡിങ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും അതുപോലെ തന്നെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഡിങ് നമ്മൾ ഇവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്കൗണ്ടിൽ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, നമുക്ക് ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് എഴുതാം. അപ്പോൾ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ഓപ്പണിംഗ്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വർക്കിംഗ് നോട്ടായിട്ട് എന്ത് ചെയ്യണം, എഴുതണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് എഴുതാവൂ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എത്രയാന്ന് നോക്കിയേ, 90,000 രൂപയാണ് അല്ലേ. 90,000 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമുക്കറിയാം ഈ 90,000 എന്ന് പറയുന്നത് എന്താണ്, ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പം അതിനകത്ത് ഈ 90,000-നകത്ത് എത്ര രൂപയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ഈ എന്താണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. അപ്പം നമുക്കറിയാം കോസ്റ്റിന്റെ 50% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ആയ എത്ര, 90,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 90,000 ഇൻറ്റു 50/150. ഓക്കെ, കോസ്റ്റിന്റെ 50% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസിൽ വരുമ്പോൾ 50/150 നമ്മൾ വെട്ടുക 3, എത്ര വരും, 30,000, 30,000 രൂപയാണ് എന്ത്, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ്. നമുക്കത് ഇങ്ങോട്ട് എഴുതി വെക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് എത്രയാണ്, 30,000. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡിംഗ് ആണ്. ഇതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് അയച്ച ഗുഡ്സ് ആണ് ആദ്യം 3 ലക്ഷം അല്ലേ.
ഈ 3 ലക്ഷം, അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഒക്കെ കൂട്ടുക, ക്രെഡിറ്റ് സൈഡിലുള്ള ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഒക്കെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടിൽ ലോഡിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നത്? 3 ലക്ഷം ഉണ്ട്, പിന്നെ ഒരു 9,000 ഉണ്ട്. അതിൽ നിന്നും ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന 12,000 കുറയ്ക്കുക, പിന്നെ ഒരു 6,000 ഉണ്ട് അല്ലേ. ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റം ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റം ഉണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന 2 ഐറ്റം കൂട്ടുക, ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന 2 ഐറ്റോടെ കൂട്ടിയിട്ട് ഇതിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര? 3,09,000 കിട്ടും. അതിൽ നിന്നും എത്ര കുറയ്ക്കണം? 18,000 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,91,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ തൊട്ട് വന്നതിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോയതെല്ലാം കുറച്ചു 2,91,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ് നിലവിൽ ഉള്ളത്. അപ്പൊ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ലോഡിംഗ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് നോക്കാം. ഈ 2,91,000 ലോഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, 2,91,000 എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണ് അല്ലേ. അപ്പൊ അതിന്റെ ലോഡിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 50/150. നമുക്ക് അറിയാം 1/3 കിട്ടുമ്പോൾ 97 വരും അല്ലേ. 97,000. അതായത് ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡിംഗ് എന്ന് പറയുന്നത് 97,000 ആണ്. അപ്പൊ നമുക്ക് അത് ഇവിടെ എഴുതി വെക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ 97,000. ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കണ്ടുപിടിച്ചു, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ട ഏതിന്റെയാണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചെയ്ത അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എത്രയാണ്? ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടില്ല. നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചു. അപ്പോൾ അതിന്റെ ബാലൻസ് ആയ 72,000 രൂപയാണ് നമ്മൾ ക്ലോസിംഗ് ആയിട്ട് എഴുതിയത്. അപ്പം 72,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതേ ഇൻറ്റു 50/150 1/3 വരും. അപ്പം എങ്ങനെ വരും? 24,000. 24,000 ആണ് എന്തിൻ്റെ? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എന്തെന്ന് പറയുന്നത്? ലോഡിംഗ് എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ എഴുതി വെക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് 24,000. ഇനിയുള്ള എന്താണ്? സർപ്ലസിന്റെ ലോഡിംഗ് ആണ്. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലോഡിംഗ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അക്കൗണ്ടിലോട്ട് എഴുതാം. അപ്പോൾ നോക്കിക്കേ, ഞാൻ ആദ്യമേ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിന്റെ ലോഡിംഗ് എവിടെ വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ്. അത് എങ്ങനെ എഴുതേണ്ടത്? സ്റ്റോക്ക് റിസർവ്. സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയായിരുന്നു? നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 30,000 രൂപ. ഇനി എന്താണ്? നമ്മുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലോഡിംഗ് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. അതും എങ്ങനെ തന്നെ എഴുതണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതണം. നമ്മൾ അതും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 97,000. ഓക്കെ, ഇനി അടുത്ത് എന്തായിരുന്നു? നമ്മളുടെ സർപ്ലസിന്റെ ലോഡിംഗ് ആണ്. അത് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ കാണിച്ചു. അപ്പോൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കണം? 1000 കാണിക്കണം. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അതിന്റെ ലോഡിംഗ് വരേണ്ട ഡെബിറ്റ് സൈഡാണ്. എന്താ എഴുതേണ്ടത്? സ്റ്റോക്ക് റിസർവ്. ഓപ്പണിങ്ങിന്റെയും ക്ലോസിങ്ങിന്റെയും ലോഡിങ്ങിനെ നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. എമൗണ്ട് 24,000. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഏത് സൈഡാണ് കൂടി നിൽക്കുന്നത്? ക്രെഡിറ്റ് സൈഡാണ്. എല്ലാവരും കൂട്ടുമ്പം 1,28,000 വരും. 1,28,000. അതിൽ നിന്നും 24,000 പോയി. ബാലൻസ് 1,04,000. അതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. അതായത് ഇതെല്ലാം നമ്മൾ എന്താണ്? ആ വില കൂട്ടിയിട്ടത് കൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം ഇതെല്ലാം കുറച്ച് നമ്മുടെ ശരിയായ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. 1,04,000. ഓക്കെ, ഇത്രയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കും. അപ്പൊ നോക്കിയേ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ നമ്മുടെ നേരത്തെ വരച്ച ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച ഗ്രോസ് പ്രോഫിറ്റോട് കൂടിയാണ്. അതായത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ.
ചെയ്യണം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഡെബിറ്റിലല്ലേ വന്നത്, അപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റിൽ വരും. അപ്പോൾ നമുക്ക് എഴുതാം ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. എമൗണ്ട് എത്രയായിരുന്നു? 1,04,000. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ബ്രാഞ്ച് എക്സ്പെൻസസ്, അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് സർപ്ലസിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം വരുന്നത് ബ്രാഞ്ച് P&L അക്കൗണ്ടിലാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിനകത്ത് സർപ്ലസിൻ്റെ ലോഡിങ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടും അതിൻ്റെ കോസ്റ്റ് നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു? ബ്രാഞ്ച് പ്രോഫിറ്റ് ആണല്ലോ. നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എടുത്ത് നോക്കുക. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഒരു ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,000 രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെവിടെ വരും? ബ്രാഞ്ച് P&L അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എങ്ങനെ വരും? ബ്രാഞ്ച് സ്റ്റോക്ക്. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നതിന് മുന്നേ വരച്ചിരിക്കുന്ന അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുക. അവിടെയൊക്കെ ഈ ബ്രാഞ്ച് P&L ഉണ്ടോ എന്ന് നോക്കുക. അതെല്ലാം ഇവിടെ വരും. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് 2,000. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരച്ചപ്പോൾ ആ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് എല്ലാം കൂട്ടിയിട്ട് നമ്മളത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. എത്രയായിരുന്നു? 59,500 രൂപ. അപ്പോൾ അത് അത്രയും ബ്രാഞ്ച് P&L അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അതും എന്ത് ചെയ്യണം? നമ്മുടെ ബ്രാഞ്ച് P&L അക്കൗണ്ടിൽ വരും. അപ്പോൾ അത് എവിടെ ആയിരുന്നു? ക്രെഡിറ്റ് സൈഡിലാണ് ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അപ്പോൾ അതവിടെ ബ്രാഞ്ച് P&L അക്കൗണ്ടിൽ വരുമ്പം ഡെബിറ്റ് സൈഡിൽ അത് ഏത് അക്കൗണ്ടിൽ നിന്നാണോ എടുത്തത് ആ അക്കൗണ്ടിൻ്റെ പേര്, അതായത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 59,500 വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ല, നമ്മുടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കിട്ടിയ ബാലൻസ് ആയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പിന്നെ ബ്രാഞ്ച് സ്റ്റോക്ക്, ദെൻ അതിനുശേഷം ബ്രാഞ്ച് എക്സ്പെൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. 1,06,000. 1,06,000. ഈ 1,06,000 നിന്നും ഈ എക്സ്പെൻസ് ആയ 59,500 പോയ ബാലൻസ് 46,500. ഇതെന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മളത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പം ബ്രാഞ്ച് P&L അക്കൗണ്ട് വരയ്ക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ P&L അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് നമുക്ക് ഒരു അക്കൗണ്ട് കൂടെ വരയ്ക്കണം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്കിനി അത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതുവരെ വരച്ചിട്ടുള്ള അക്കൗണ്ട്സുകൾ എടുക്കുക. അല്ലെ, ഫസ്റ്റ് അക്കൗണ്ടായ ബ്രാഞ്ച് അക്കൗണ്ട് എടുക്കുക. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എവിടെ വരും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ എങ്ങനെ വരും? ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എമൗണ്ട് ആയ 3,00,000 വരും. ദെൻ സെക്കൻഡ് എമൗണ്ട് ആയ എത്രയായിരുന്നു? 9,000. അതും വരുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് സ്റ്റോക്ക്. ഓക്കെ, അപ്പം ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന 2 ഐറ്റമാണ് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ഇനി ആ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം ഉണ്ട്. അത് രണ്ടും ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ അതും ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ് വരുന്നത്. നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 12,000. ദെൻ അടുത്തത് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 6,000. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന 2 ഐറ്റംസ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്, ബ്രാഞ്ച് എക്സ്പെൻസ്, ഇതിനകത്തൊന്നും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നില്ല. പിന്നെ ഉള്ളത് എവിടെയുള്ളൂ? നമ്മുടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് നമ്മുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ ലോഡിങ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ എങ്ങനെ വരും? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വരും. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എമൗണ്ട് എത്രയായിരുന്നു? 97,000. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനകത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 3,09,000 ആണ് കൂടുതൽ. അപ്പോൾ അത് 2 സൈഡും എഴുതുക, 3,09,000. അതിൽ നിന്നും ഈ ഡെബിറ്റായ എമൗണ്ട് എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് 1,94,000 കിട്ടും. 1,94,000 നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയുമാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ
ഇതിൻ്റെ അക്കൗണ്ട്സുകളെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം എന്ന് ആദ്യം അറിയാം. പ്രധാനമായിട്ടും ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പിന്നെ ഓപ്പണിങ്ങിൽ എന്തൊക്കെ തന്നിരിക്കും. ഇവിടെ ഫിക്സഡ് അസറ്റ് പറഞ്ഞതുകൊണ്ട് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും വരച്ചു. പിന്നെ കൂടാതെ എക്സ്പെൻസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് P&L അക്കൗണ്ട്, ഇതെല്ലാം നമ്മൾ ഇത്രയും അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഇത്രയുമാണ് ഈ ഒരു മെത്തേഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. 1-2 പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര വലിയ പാടൊന്നുള്ള ഒരു പ്രോബ്ലം അല്ല. അപ്പോൾ ഈ മെത്തേഡ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ബാക്കി മെത്തേഡ്സുമായിട്ട് നമുക്ക് വരും വീഡിയോസിലൂടെ കാണാം.